സച്ചേട്ടാ എന്തൊക്കെ പറഞ്ഞാലും അവൻ എന്റെ അനിയനല്ലേ? അനിയനൊക്കെ തന്നെ. അനിയനല്ലേ ഏട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലോ. എന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോ ഞാൻ അതിന് പോകണ്ടേ? ഞാൻ പോയില്ലെങ്കിൽ അമ്മയ്ക്കും അവനൊക്കെ വിഷമാവും. രേവതി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നീ ഫംഗ്ഷന് പോകരുത്. കല്യാണം കഴിഞ്ഞ് കുറെ വർഷത്തിന് ശേഷം ഞാൻ പിന്നെ ഏട്ടനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ എന്റെ ഏട്ടനെ ഓർക്കാത്ത ദിവസങ്ങളേ ഇല്ല. പക്ഷെ എന്ത് ചെയ്യാന്? അല്ല, നിങ്ങളുടെ ഏട്ടനും ഭർത്താവും തമ്മിൽ എന്താ പ്രശ്നം? ഒരു ചെറിയ വിഷയം, അത് പിന്നെ വലുതായി. ആര് വിചാരിച്ചാലും അവരുടെ മനസ്സ് മാറ്റാൻ കഴിയില്ല. എന്റെ ഏട്ടനോടുള്ള സ്നേഹം എന്റെ മനസ്സിൽ പൂട്ടിയിട്ട് കഴിയാൻ ഞാൻ ഇപ്പൊ 4 ദിവസമായി. എന്റെ ഏട്ടൻ ഹോസ്പിറ്റലിൽ കിടക്കുക. ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് എന്റെ ഭർത്താവിനോട് ചോദിച്ചപ്പോ അവരിതെന്ന് പറഞ്ഞു. അല്ല, ഇപ്പൊ നിങ്ങള് ഏട്ടനെ കാണാൻ പോവാണല്ലോ, ഭർത്താവിന്റെ മനസ്സ് മാറി പോയി കണ്ടോളൂ എന്ന് പറഞ്ഞോ? അവരുടെ മനസ്സൊന്നും മാറില്ല. ഞാൻ എത്രയോ തവണ കെഞ്ചി ചോദിച്ചു ഒന്ന് പോയിക്കോട്ടെ എന്ന്, പക്ഷെ വിട്ടില്ല. എന്റെ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ച അദ്ദേഹത്തെ കണ്ടില്ലല്ലോ, സംസാരിച്ചില്ലല്ലോ എന്നുള്ള കുറ്റബോധം ജീവിതാവസാനം വരെ എന്റെ നെഞ്ചിലുണ്ടാവും. എനിക്ക് എന്റെ ഏട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ എന്റെ ഭർത്താവ് അറിയാതെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അല്ല, നിങ്ങളുടെ ഭർത്താവ് അറിഞ്ഞ പ്രശ്നമാവില്ലേ? അവര് വഴക്കുറയില്ലേ? പ്രശ്നമാവുന്നെങ്കിൽ ആവട്ടെ. എത്ര നാളിങ്ങനെ ഭയന്ന് ജീവിക്കും? അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ എന്റെ ഏട്ടനെ കാണുന്നേ. ഭർത്താവ് പറയുന്ന കേട്ട് അദ്ദേഹത്തെ കാണാതിരിക്കാനാവില്ല. ഇത്രയും നാള് ക്ഷമിച്ചു, ഇനി പറ്റില്ല. ഏട്ടനും ഭർത്താവിനും ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടുന്നത് ഞാനാ. പെണ്ണായി പിറന്നോണ്ട ഇങ്ങനെ അനുഭവിക്കുന്നത്. നീ ശരത്തിന്റെ ചേച്ചിയാണെന്ന് മാത്രമേ ഓർത്തുള്ളൂ. പക്ഷേ നീ സച്ചിയുടെ ഭാര്യയാണെന്നുള്ള കാര്യം മറന്നു. നീ നിന്റെ ഭർത്താവിനെ മറന്നു. നിനക്ക് വലുത് ആരാ? അവരാ. നിനക്ക് നിന്റെ അനിയനെ മതി, എന്നെ വേണ്ട. ഞാനൊരു വേസ്റ്റ്. സച്ചേട്ട എന്തൊക്കെയാ പറയുന്നേ? എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ? പുരുഷന്മാര് പറയുന്ന കേട്ട് അനുസരിച്ച് ജീവിക്കണം. ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാന്ന് ഭർത്താക്കന്മാര് തീരുമാനിച്ച പിന്നെ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? അവര് പറയുന്നത് കേട്ടില്ലെങ്കിൽ തോന്നിയ പോലെ നടക്കുന്ന മോശ സ്ത്രീയാന്ന് പറയും. കഴുത്തിൽ താലി കെട്ടിയ സ്വന്തം അച്ഛനെ അമ്മയെ ഏട്ടനെ സഹോദരി ഒക്കെ ഉപേക്ഷിക്കണോ? പറ, ഇയാള് കല്യാണം കഴിച്ചാണോ? നിങ്ങളുടെ ഭാര്യ ഭാഗ്യവതിയാ. നിങ്ങൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന ആളാ. നിങ്ങളുടെ ആരുമല്ലാത്ത എന്നെ പോലും നിങ്ങൾ കേട്ടില്ലേ? ഭർത്താവിനും ഏട്ടനും ഇടയിൽ കിടന്ന് ഞാൻ അനുഭവിക്കുക. ആണുങ്ങൾ അവരുടെ വീട്ടില് അവരുടെ കുടുംബത്തോടൊപ്പം എപ്പോഴും സ്വന്തം വീട് വിട്ട് കുടുംബത്തെ വിട്ട് മറ്റൊരു വീട്ടിൽ താമസിക്കാൻ വിധിക്കപ്പെട്ടവരാ പെണ്ണുങ്ങള്. അവരുടെ വിഷമം ആണുങ്ങൾ പലപ്പോഴും മനസ്സിലാക്കണമെന്നില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുന്ന ചെടികളെ പോലെ സ്ത്രീകള് പറിച്ചു നട്ടെടുത്ത് ആദ്യം കിട്ടിയ പോലെ വെള്ളവും വളവും കിട്ടിയില്ലെങ്കിൽ എന്താവും ചെടികളുടെ അവസ്ഥ? കരയല്ലേ മേഡം, എല്ലാം ശരിയാവും. എടാ സച്ചി, എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? കുറെ സമയമല്ലോ രേവതിയായിട്ട് എപ്പോ പണങ്ങിയാലും നീ ഇങ്ങനെ തന്നെയാണല്ലോ. ഏയ്, ഞാൻ ആ കുട്ടി പറഞ്ഞ കാര്യം ആലോചിക്കാറുണ്ട. എന്റെ മനസ്സിൽ നിന്ന് അതങ്ങ് പോകുന്നില്ല. ഏത് കുട്ടി? നേരത്തെ ഞാനൊരു കുട്ടിയെ കൊണ്ട് ട്രിപ്പ് പോയിരുന്നു. അവള് പറഞ്ഞത് എന്നെ നെഞ്ചിക്കൊണ്ടു. രേവതി ഇന്നലെ പറഞ്ഞതും ആ കുട്ടി പറഞ്ഞതും ഏകദേശം ഒന്ന് തന്നെയാ. പാവൻ രേവതി, അവളെന്ത് ചെയ്യാനാ? അവൾക്ക് അനിയന് വേണം, നീയും വേണം. നീയും അവനും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് കരുതി അവൾക്ക് അവളുടെ അനിയനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? എടാ, നിന്നോടുള്ളതിനേക്കാൾ അവൾക്ക് സ്നേഹം അവളുടെ അനിയനോടാണെന്ന് നീ ഇന്നലെ അവളോട് പറഞ്ഞില്ലേ? അവളെ നീ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും അവളെ മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് നീ എന്തിനാണ് അവളോട് അങ്ങനെ പറഞ്ഞത്? ഈ വിഷയത്തിലെ ഞാൻ രേവതിയുടെ ഭാഗത്താ. നീ അത് വിട്, പിണക്കമൊക്കെ മറന്ന് നീ അവളോടൊന്ന് സംസാരിക്കേ. എടാ, അവള് ഞാൻ പറഞ്ഞത് കേൾക്കാതെ പോയതുകൊണ്ടല്ലേ. ചുമ്മാ നീ അതിനെ പറഞ്ഞോണ്ടിരിക്കാതെ. നിന്റെ അനിയൻ ശരിയല്ല, നീ അവനോട് സംസാരിക്കരുത്, അവന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോകരുതെന്നൊക്കെ നീ അവളോട് പറഞ്ഞില്ലേ? അപ്പൊ എന്താ നിന്റെ ഏട്ടൻ ശരിയാണോ? രേവതിയെ വിവാഹ മണ്ഡപത്തിൽ ഇരുത്തിയിട്ട് ഓടിപ്പോയനാ നിന്റെ ഏട്ടൻ. അത് അവളെ അവളെ കുടുംബത്തെ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. അവള് നിന്നോട് നിന്റെ ഏട്ടനോട് സംസാരിക്കരുതെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്റെ അച്ഛന്റെ കാശ് കൊടുത്തോണ്ട് ഓടിവരാ നിന്റെ ഏട്ടൻ. രേവതിയുടെ അനിയനേക്കാളും വിളഞ്ഞ വിത്ത. പിന്നെ നിന്റെ ഏട്ടന്റെ കല്യാണത്തിന് നീ പോകണ്ടെന്ന് രേവതി നിന്നോട് പറഞ്ഞു. നിന്നോട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അന്ന് അവിടെ മുഴുവൻ ഓടി ചാടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് അവളാണെന്ന് നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. എടാ സുധി, ഷോറൂം തുടങ്ങാൻ കാരണം നീയല്ലേ ആ കട കണ്ടെത്തി ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയ മുഴുവൻ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ സഹായിക്കേണ്ടെന്ന് എപ്പോഴെങ്കിലും അവൾ നിന്നോട് പറഞ്ഞോ? നിന്റെ ഏട്ടൻ അവളുടെ ആഭരണങ്ങൾ എടുത്ത് വിറ്റു. അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. ഇനി മേലാൽ നിന്റെ ഏട്ടനുമായിട്ടൊരു ബന്ധവും വേണ്ടാന്ന് അവൾ നിന്നോട് പറഞ്ഞായിരുന്നോ? നിന്റെ അമ്മ എന്തൊക്കെയാ അവളെ പറയുന്നത്? പിന്നെ അതൊക്കെ കേട്ട് ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണും സഹിച്ചിരിക്കില്ല. നിന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും പരാതി അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അമ്മയോട് മിണ്ടരുതെന്ന് പറഞ്ഞോ? നിനക്കൊരു നിയമം, അവക്കൊരു നിയമം. അതൊന്നും പാടില്ലടാ. നിന്റെ കുടുംബത്തിലെ എന്തെല്ലാം കെട്ടത് നടക്കുന്നുണ്ട്. എന്നിട്ടും അവൾ ഒരു പരാതിയും പരിഭവമില്ലാതെ നിന്നോടൊപ്പം നിൽക്കുന്നില്ലേ? അവളുടെ അനിയനോട് സംസാരിക്കരുത്, അവളോട് കാണരുതെന്നൊക്കെ പറയാൻ നീ ആരാ? ഭർത്താവ് വരച്ച വരയിൽ ഭാര്യ നിൽക്കണം. ഭർത്താവ് പറയുന്നത് എന്തും അനുസരിക്കേണ്ടവളാണ് ഭാര്യ. അവർക്ക് സ്വന്തമായി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. എടാ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണ് സച്ചി. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതാണോ? എടാ, രേവതിയെ പോലൊരു പെണ്ണിനെ കിട്ടിയത് നിന്റെ ഭാഗ്യമായി കരുതിയാ മതി. മരുമോളായിട്ടല്ല, സ്വന്തം മകളെ പോലെയാ നിന്റെ അച്ഛൻ അവളെ കാണുന്നത്. ആ കുട്ടി പറഞ്ഞതും
നീ പറഞ്ഞൊക്കെ ശരിയാ. ഞാനിതൊന്നും നേരത്തെ ചിന്തിച്ചില്ലല്ലോടാ. അതാണ് നിന്റെ കുഴപ്പം. മുന്നും പിന്നും നോക്കാതെയാണ് നീ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നോക്ക് സച്ചി, നല്ലൊരു ഭാര്യയാണ് നിനക്ക് കിട്ടിയത്. അവള് വന്ന ശേഷം നീ ആളാകെ മാറി. ഇപ്പൊ നിനക്ക് 2 കാറുണ്ട്. ആ വീട്ടിന് മുകളിൽ നിങ്ങളൊരു മുറി കെട്ടാൻ പോവാ. എല്ലാം അവള് കാരണം. നീയും ശരത്ത് തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് ചുമ്മാ രേവതിയെ വലിച്ചിഴക്കരുത്. ശരത്ത് ചെയ്ത തെറ്റ് നീ അവളോട് പറയാതിരിക്കുന്നത് അവളെ വിഷമിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടല്ലേ? എല്ലായ്പ്പോഴും അങ്ങനെ ചിന്തിക്ക്. അവളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക. അവളുടെ അനിയന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോയെന്ന കാരണത്താലേ നീ അവളോട് ദേഷ്യപ്പെട്ട് മിണ്ടായിരിക്കുന്നത് ശരിയല്ല. ശരിയാണ് നീ പറഞ്ഞത്. ആ ഓട്ടക്കാരൻ എന്തൊക്കെ കാണിച്ചു. ഇന്നേ വരെ അവനോട് സംസാരിക്കരുതെന്നോ അവന് വേണ്ടി നല്ലൊന്നും ചെയ്യരുതെന്നോ എന്നോട് പറഞ്ഞിട്ടില്ല. അമ്മ അവളെ വഴക്ക് പറയാത്ത ദിവസമില്ല. എടാ, എന്നിൽ നിന്ന് പോലും അവളതെല്ലാം മറച്ചു വെക്കത്തേ ഉള്ളൂ. ഒരു പരാതിയും പറയാറില്ല. എന്നാൽ ഞാൻ അവളോട് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. ഇന്നലെ നീ അവളോട് പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിട്ട് വേണം ഇന്ന് നീ വീട്ടിലേക്ക് പോവാ. കേടാ, ആ പാവത്തിനെ വിഷമിപ്പിക്കാറാ. ഇതാരെ പായസം ഉണ്ടാക്കി? ആന്റി, ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് മണം വരുന്നേ. ഇന്നിവിടെ പായസം വെക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ആന്റിയുടെ ഓർഡർ അനുസരിച്ചാണല്ലോ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. ചേച്ചി, പായസം വിളമ്പോ റെഡിയായല്ലോ അല്ലേ? അതിന് ഞാനിവിടെ പായസം ഉണ്ടാക്കി നിന്നോട് ആരാ പറഞ്ഞേ? ആരും പറഞ്ഞില്ല. പായസത്തിന്റെ മണം അങ്ങ് റോഡ് വരെ എത്തിയിട്ടുണ്ട്. നിന്നോട് ആരാ പായസം വെക്കാൻ പറഞ്ഞേ? ഞാൻ തന്നെ. സൂപ്പർ മറുപടി, കാലക്ക് ചേച്ചി. എന്നോട് അഹങ്കാരം പറഞ്ഞോണ്ടല്ലോ. പായസം ഉണ്ടാക്കാൻ മാത്രം എന്ത് വിശേഷം ഇവിടെ ഉള്ളത്? വിശേഷ ദിവസം മാത്രമേ പായസം ഉണ്ടാക്കാൻ പാടുള്ളൂന്നുണ്ടോ? ആന്റിയുടെ ഉത്തരം മുട്ടി. സച്ചിന് സേമിയ പായസം അത്രക്കിഷ്ടം. അതുകൊണ്ടാ ഞാൻ ഉണ്ടാക്കിയത്. ഓ, അവന്റെ പിണക്കം മാറ്റാനുള്ള സൂത്രം നടന്നത് തന്നെ. അപ്പോ പായസം സച്ചേട്ടന് മാത്രമേ ഉള്ളോ? ഞങ്ങൾക്കൊന്നും ഇല്ലേ ചേച്ചി? അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് ഞാൻ ഉണ്ടാക്കും. പക്ഷേ എല്ലാവർക്കും വേണ്ടിയാ ഞാൻ ഉണ്ടാക്കിയത്. എനിക്കറിയാം, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. എന്നാ പെട്ടെന്ന് വിളമ്പിക്കോ. ഇനി ഈ മണം സഹിച്ച് എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നീ രാത്രി കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കിയോ? ഇല്ല, സമയമായില്ലല്ലോ. ഉണ്ടാക്കാം. എന്ത് സമയമായില്ലെന്നോ? അത് ഉണ്ടാക്കിയ ശേഷം കെട്ടിയാൻ ഇഷ്ടപ്പെട്ട പായസം ഉണ്ടാക്കിയ പോരായിരുന്നോ? ഒന്നും സമയത്തിന് ചെയ്യില്ല. എല്ലാ കാര്യത്തിലും ലേറ്റാ. ഞാനൊക്കെ സമയത്തിന് ഭക്ഷണം കഴിച്ച് ശീലിച്ച ആളാ. അവിടുന്ന് ഇവിടുന്ന് നേരം കാലം നോക്കാതെ പാരി വലിച്ചു തിന്നുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആന്റി, ചേച്ചി ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആന്റിക്ക് ഫുഡ് പെട്ടെന്ന് വേണമെങ്കിൽ ആന്റിക്ക് പോയി ഉണ്ടാക്കി കഴിച്ചൂടെ? പക്ഷേ നീ എന്തിനാ എല്ലാ കാര്യത്തിലും ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ചേച്ചി എന്ത് പറഞ്ഞാലും ആന്റി കുറ്റം പറയും. ചേച്ചിയുടെ ഭാഗത്ത് ഞാൻ ഒരു തെറ്റും കണ്ടില്ല. അതുകൊണ്ടാ സപ്പോർട്ട് ചെയ്യുന്നത്. ഓ, ഇപ്പൊ ഞാനായ തെറ്റുകാരി. അതെ, ചേച്ചി പായസം വിളമ്പ്. ആഹാ, ആന്റി പായസം വെച്ചല്ലേ? അമ്മേ, ഞാൻ വരുമ്പോ നല്ല ക്ഷീണിതനായിരുന്നു. ആ പായസത്തിന്റെ മണം എന്റെ മൂക്കിൽ അടിച്ചതോടെ ഞാൻ ഉഷാറായി. ഓ, ഫാന്റാസ്റ്റിക്. അമ്മേ, അത് കാണുമ്പോഴും പറയുമ്പോഴും തന്നെ എന്റെ വായിൽ വെള്ളം വരുന്നുണ്ടോ? അമ്മ ഉണ്ടാക്കിയ പായസം അത് അമ്മയുടെ കൈകൊണ്ട് തന്നെ അങ്ങ് വിളമ്പിത്താ അല്ലേ? അത് കഴിച്ചിട്ടേ ഞാനിത് മുറിയിലേക്ക് കയറുന്നുള്ളൂ. ശ്രുതി ചേച്ചി, നിങ്ങളുടെ ഹസ്ബൻഡ് പറയുന്ന കോമഡി കേട്ടോ. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് കൊറേ ആയി. ആന്റി കുക്ക് ചെയ്യുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. രേവതി ചേച്ചിയാ പായസം ഉണ്ടാക്കിയ. എല്ലാവരും ഇരിക്കും, ഞാൻ പായസം തരാം. വേഗം കഴിച്ചില്ലെങ്കിലേ നശിച്ചു. അല്ല, അച്ഛനും ശ്രീകാന്തും എവിടെ? അവര് വന്നോളും. അച്ഛനാണെങ്കിൽ ഷുഗറാ. ശ്രീകാന്തിനാണെങ്കിൽ പാൽപ്പായസത്തോട് ഒട്ടും താല്പര്യമില്ല. ആര് പറഞ്ഞാൽ കുടിക്കില്ലെന്ന്? എന്നിട്ട് അതുകൊണ്ട് നിനക്ക് കുടിക്കാൻ വേണ്ടിയായിരിക്കും. അത് കൊള്ളാം. താല്പര്യം കണ്ടില്ലേ? നിങ്ങൾക്ക് ഷുഗർ അല്ലേ? പായസം ഒന്നും കുടിക്കില്ല. അയ്യോ, ഞാൻ മധുരം കുറച്ചുണ്ടാക്കിയത്. അച്ഛൻ കുറച്ച് കഴിച്ചോട്ടെ അമ്മേ. അത് കുറച്ച് കുടിക്കാൻ തെറ്റൊന്നുമില്ല. നല്ല മണം. എടുത്തി എന്തൊക്കെ ഇതിൽ ചേർത്ത്? സേമിയ പായസത്തിൽ സേമിയ പുകഴ്ത്തി എല്ലാവരും അവളെ ആനമുടിയിൽ എത്തിക്കല്ലേ? ഞങ്ങൾ രേവതി ചേച്ചിയെ പുകഴ്ത്തി ആനമുടിയിലല്ല എവറസ്റ്റിന് മുകളിൽ വരെ എത്തിക്കും. അത്രയ്ക്കുണ്ട് രേവതി ചേച്ചിയുടെ കൈപുണ്യം അല്ലേ ശ്രീകാന്ത്? അതെ, അതുപോലെ പ്രത്യേകം പറയണോ? എല്ലാവരും പായസം കുടിക്കും. ശ്രുതി, അച്ഛനും കൊടുക്കും. ഏതാ കൂടുതൽ? അച്ഛനാ കുടി തന്നെ. അതുകൊണ്ടേ ഇത് കൂടുതലുണ്ട്. ഇത് കൂടി. സൂപ്പർ. ഓ അങ്കിൾ സൂപ്പർ അല്ലേ? സൂപ്പർ. രേവതി കൂടെ എന്തുണ്ടാക്കിയാലും സൂപ്പർ അല്ലേ? അതിനൊരു പ്രത്യേക രുചിയായിരിക്കും. ഞാൻ കേട്ടാ. ശ്രുതി, ഇതിനെന്തോ ഒരു പുളിരസമല്ലേ? നീ പാല് വരെ മോരാണോ ഒഴിച്ചത്? പുളിയാണെങ്കിൽ നീ കുടിക്കണ്ട ചന്ദ്രേ. ആന്റിക്ക് രേവതി ചേച്ചിയുടെ കുക്കിംഗ് അപ്രീഷിയേറ്റ് ചെയ്യാൻ മടിയാ. അതുകൊണ്ട് ചുമ്മാ ഓരോന്ന് പറയില്ലേ ആന്റി? അടിപൊളി പായസം ഇത്. ഒന്ന് കൂടി. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു പായസം കുടിച്ചിട്ടില്ല. ഞാനും കെട്ടിയാന്റെ പിണക്കം മാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ? അവനൊരു തുള്ളി പോലും ഞാൻ ബാക്കി വെച്ചേക്കില്ല. പായസം ഉണ്ടാക്കിയിട്ട് അവന് കൊടുക്കാത്തതിന്റെ പേരില് ഇന്ന് അവൻ ഇവിടെ ഇട്ട് പൊരിക്കും. പക്ഷേ കുറച്ചുകൂടി എടുക്കട്ടെ? വേണ്ട ചേച്ചി, ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം. ഇതാ. അല്ല മോളെ, നീ എന്താ കഴിക്കാത്തെ? ഇതിലുണ്ട്. കഴിച്ചോളാം അച്ഛാ. കുറച്ച് കറക്റ്റ് മതിരാ. കുറച്ചുകൂടി. അതെ, കാഷ്യൂനട്ട് ഇട്ടോ. സച്ചിൻ എന്താണാവോ വരാത്തെ? മോളെ രേവതി, എന്താ അച്ഛാ? സച്ചി എന്താ വരാത്തെ? വൈകുമെന്ന് പറഞ്ഞോ? ഇല്ല അച്ഛാ. സൂപ്പർ പായസം. ഈ പായസം കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. സൂപ്പർ. കഴിക്കും. പക്ഷെ ആ പായസം അല്പം ഒതുക്കി വെച്ചേ. മോനെ കുറച്ച് എനിക്കൂടി ഒഴിക്കേ. എന്താ ആന്റി, പായസത്തിന്റെ പുളിരസമൊക്കെ മാറിയോ? നീ ചുമ്മാ ഇരിക്കും. ശ്രുതി, നീ കുറച്ചുകൂടി കഴിക്കേ. ഇതിലും മോനെ ഇപ്പൊ പുള്ളിയൊക്കെ മാറി. നിറച്ച് ഇനി കഴിക്കും മോളെ. ഇതെന്തോന്നാണത്? പായസം ഇങ്ങനെ കുടിച്ചാൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും. പണ്ട് കക്കൂസിൽ ഇറങ്ങാണ്ടിരുന്ന് ഓർമ്മയില്ലേ? ഞാൻ പോവാ. എന്താ അമ്മ ഇത്? ആന്റി എത്രത്തോളം കുറ്റം പറഞ്ഞോ അത്രത്തോളം കുടിക്കുക. വയറ് ഫുള്ളായി. ഇനി 1 സെന്റിമീറ്റർ സ്ഥലം ഒരു വയറിൽ ബാക്കിയില്ല. ശ്രുതി, ഇനി നന്നായിട്ട് കിടന്നൊരു ഉറക്കം. അമ്മ പറഞ്ഞതുപോലെ പായസത്തിന് ഒരു അല്പം പുളിരസമുണ്ട്. ശ്രുതി,
ഉറങ്ങിയാലും എന്നെ വിളിക്കാൻ മറക്കരുത്. രാത്രിത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പുളിയുടെ ആണെന്ന് തോന്നുന്നു. തികച്ച് തട്ടുന്നു. ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. അയ്യോ, ഇത്രയും കുടിക്കണ്ടായിരുന്നു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്തെങ്കിലും. പാത്രമൊക്കെ മടിച്ച് കാലിയാക്കി വെച്ചിരിക്കുന്നു. അയ്യോ എടുത്ത് പായസം തീർന്നു. സച്ചേട്ടൻ എടുത്ത് മാറ്റി വെച്ചായിരുന്നു. ഏയ് സച്ചേട്ടനൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല. ചേച്ചിക്ക് അതൊന്നും ശീലമില്ലല്ലോ. ചേച്ചി ഞാൻ പായസത്തിന് ഓർഡർ ചെയ്യട്ടെ? ഏയ് അതൊന്നും വേണ്ട. മോശമായി പോയി. നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. നീ വാ. സച്ചേട്ടൻ